തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് ജില്ലക്കാർ തിരുവനന്തപുരം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എനിക്ക് നല്ലവണ്ണം അറിയാം യഥാർത്ഥ തിരുവനന്തപുരത്തുകാരെ. വളരെ നല്ല മനസ്ഥിതിയും. നമ്മൾ അവരെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പോയി ചെന്ന് ഒരു വഴി ചോദിച്ചാൽ ഇപ്പുറത്ത് താമസിക്കുന്നവരെ കാണുന്നില്ല, അവരെവിടെ പോയതാണെന്നൊന്നും ഒരു ഇൻഫർമേഷൻ അതിനുവേണ്ടി പോയാൽ പോലും ആ കൈ കഴുകിയിട്ട് വന്ന് നമ്മുടെ ഒപ്പം വന്ന് നമ്മളെ സഹായിക്കുന്ന മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. അത് പലപ്പോഴും കളിയാക്കപ്പെടുന്ന ഈ മറ്റ് ജില്ലക്കാര് അവിടെ വന്ന് താമസിച്ചുകൊണ്ട് തിരുവനന്തപുരത്തുകാരെ കളിയാക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ തൊട്ടടുത്ത് എന്റെ അച്ഛൻ കൊല്ലം ജില്ലയാ, ഞാനും കൊല്ലം ജില്ല തന്നെ ആവണമല്ലോ. അമ്മ തിരുവനന്തപുരം ജില്ലയാ. പക്ഷേ തിരുവനന്തപുരം ശൈലി അച്ഛൻ കളിയാക്കും, കൊച്ചിലെ തമാശയ്ക്ക് കളിയാക്കും, എന്തെങ്കിലും ആരെങ്കിലും പറയുവാണെങ്കിൽ. ഞങ്ങൾക്ക് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ലാങ് അറിയാതെ അതിലേക്ക് പോകും, എന്റെ ബാല്യം അവിടെ ആയിരുന്നുകൊണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് സിനിമയിലും അതിലും ഇതിലും ഒക്കെ ഈ ശൈലികളെ കളിയാക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല മോശം യഥാർത്ഥത്തിൽ കേൾക്കുന്നത് തിരുവനന്തപുരം അല്ല, കുറെ എക്സാജറേഷൻ ആയിരിക്കും. പിന്നെ തിരുവനന്തപുരം സ്ലാങ് കേൾക്കണം, അവരുടെ സംസാരം കേൾക്കണം, വേറൊന്നും വേണ്ട. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇവളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോ ഒരു അമ്മുമ്മ 90 വയസ്സുണ്ടല്ലേ, 99 വയസ്സുണ്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ കൊച്ചിന് എന്തോന്നാ കൊടുത്തത്, ഇത്തിപ്പോലും പഞ്ചാര എടുത്തു കൊടുക്കാൻ. ഒന്നും അവിടെ ഇത്തിപ്പോലും പഞ്ചാര. കാരണം വണ്ടി ഓടിച്ച് വന്നിട്ട് ലാസ്റ്റ് ബാഗ് എടുത്തോണ്ടെന്ന് വെച്ചപ്പോ അപ്പൂപ്പന്റെ അമ്മയാട്ടോ. അപ്പൂപ്പന്റെ അമ്മ. അപ്പൂപ്പന് 80 വയസ്സുള്ളപ്പോ അമ്മുമ്മ 96-97 വയസ്സുണ്ട്. അമ്മമ്മ രാവിലെ കൊണ്ടുവന്ന് അമ്മമ്മയ്ക്ക് പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കണം. എന്നും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രസാദം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതുകൊണ്ട് വെച്ചിട്ട് അപ്പം ചോദിച്ചു, ഞാനൊക്കെ അങ്ങോട്ട് ചെല്ലുകയല്ലേ, എത്ര പ്രാവശ്യം പറഞ്ഞമ്മ നിങ്ങടുത്ത് ആ തോളിൽ മറ്റേ കസവിന്റെ അതെടുത്തിടണമെന്ന് പറഞ്ഞ. എന്താ വേലപ്പാ കൊച്ചുമായി വലിയ വർത്താനങ്ങളൊക്കെ പറയണേ. ആലോചിച്ച് നോക്കി, കേട്ടില്ലേ, ഇതാണ് തിരുവനന്തപുരം. ഇത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അവര് ഈ രാജാക്കന്മാരുടെ ഒക്കെ നാടല്ലായിരുന്നു, എളിമയായിട്ടേ സംസാരിക്കൂ. അവിടെ തിരുവനന്തപുരത്തുള്ളവരെല്ലാം ഈ എന്തോട് ഇങ്ങനെ ചോദിക്കും എല്ലാം. അതുകൊണ്ടാണ് ഇത്തിപ്പോരൊക്കെ വന്നത്. ഇത്തിപ്പോരം എന്ത് മ്യൂസിക്കൽ വേടാ അത്, ഇത്തിപ്പോരം. അതേപോലെ ഇവളിപ്പോ പറഞ്ഞ ഇത്രേ ഉള്ളൂ തിരുവനന്തപുരം. നാഗർകോവില് വരെ നമ്മളല്ലായിരുന്നു, അവിടെ തന്നെ ഇല്ലേ കൊട്ടാരവും. അപ്പോ ആ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്നതിൻ്റെതായിട്ടുള്ള ചില വാക്കുകൾ ഇപ്പൊ ഞങ്ങള് ചെന്നൈ ആയപ്പോ മനസ്സിലായി. ഏയ് കണ്ണത്തിലെ ഇറക്കാറ് എന്താ വാളിയും കെടുത്തിട്ടോടാ. വാളി എന്ന് പറഞ്ഞാൽ തൊട്ടിയാണ്. നമ്മളൊരാളിനെ തൊട്ടിയും വിളിക്കുന്നതിന് പകരമാണ് തിരുവനന്തപുരത്താര് വാളി വിളിക്കുന്നത്. വെറും വാളിയാണ്, വെറും തൊട്ടിയാന്ന് പറയുന്നതാ. അപ്പൊ നമ്മള് അതിന്റെ ഒരു ഭംഗിയും ആ ശൈലി ആസ്വദിക്കാതെ പലപ്പോഴും കാസർഗോഡിനെ കളിയാക്കുക, കാഞ്ഞങ്ങാടിനെ കളിയാക്കുക, തിരുവനന്തപുരത്തെ കളിയാക്കുക, കൊച്ചി ഭാഷ വന്നേക്കണാണ് പോയേക്കണാണ് ഇതിനെ കളിയാക്കുക. അപ്പൊ ഇതൊരു നമ്മുടെ കേരളീയരുടെ മാത്രം ആസ്വാദന ഒരു രീതിയാണത്. പക്ഷെ എനിക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ കളിയാക്കണ്ട. അല്ലാതെ പ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് വളരെ ഇത് ചീള് കേസക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീള് കേസ് എന്ന് പറയുന്നത് അവിടുന്ന് വരുന്നതാണ്. ആ ചീള് കേസക്ക എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. അതായത് ഒരു തടി നമ്മളിങ്ങനെ ചീക എടുത്ത് അതിന്റെ ഒരു ചീളുണ്ട്, അത്രേ ഉള്ളൂ കാര്യം എന്നുള്ളതാണ്. അപ്പം ആക്സെന്റിനേക്കാൾ കൂടുതൽ അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് കഴിച്ച മക്കളെ നീ വല്ലതും കഴിച്ചാ എന്ത് വയറൊക്കെ ഒട്ടിരിക്കണം, എന്ത് പറ്റി ഇതുപോലെ സംസാരിക്കാം. ഞാൻ ഇതുപോലെ മോരുമ്പള്ളം എടുത്തിട്ട് അത്രേ ഉള്ളൂ.